നമസ്കാരം. ലോകത്തിലെ ആദ്യ തോറിയം അധിഷ്ഠിത ന്യൂക്ലിയർ റിയാക്ടർ പ്രവർത്തന സജ്ജമാക്കി ഊർജ്ജ മേഖലയിൽ തീർത്തും വേറിട്ട നേട്ടം സ്വന്തമാക്കിയിരിക്കുകയാണ് ചൈന. ആഗോളതലത്തിൽ ഏറ്റവും അധികം തോറിയം ശേഖരമുള്ള രാജ്യങ്ങളിൽ മുൻനിരയിലുള്ള രാജ്യമായ ചൈന ആ ശേഖരത്തിന്റെ വിപുലമായ സാധ്യത പ്രയോജനപ്പെടുത്താനുള്ള സുപ്രധാന ചുവടുവയ്പ്പാണ് ഇതിലൂടെ നടത്തിയിരിക്കുന്നത്. അമേരിക്കയുമായി നിലനിൽക്കുന്ന വ്യാപാര യുദ്ധത്തിനിടയിലാണ് രാജ്യത്തിന്റെ സമ്പുഷ്ടമായ തോറിയം ശേഖരം ഊർജ്ജ രംഗത്ത് ഫലപ്രദമായി വിനിയോഗപ്പെടുത്താനുള്ള സംരംഭം ചൈന ആരംഭിച്ചിരിക്കുന്നതെന്നതും ശ്രദ്ധേയം. ഗാൻസു പ്രവിശ്യയിലെ ഗോബി മരുഭൂമിയിലാണ് തോറിയം റിയാക്ടർ സ്ഥാപിച്ചിരിക്കുന്നത്. 444 ദശലക്ഷം ഡോളർ ചിലവിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ പരീക്ഷണ ആണവ നിലയത്തിന് 2 മെഗാവാട്ട് ശേഷിയാണുള്ളത്. ഈ പദ്ധതിക്കായുള്ള പ്രാരംഭ നടപടികൾ 2011 മുതലേ ചൈന ആരംഭിച്ചിരുന്നു. 2023 ഒക്ടോബർ ആയപ്പോഴേക്കും പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഒടുവിൽ പരീക്ഷണാടിസ്ഥാനത്തിലുള്ള ആദ്യ തോറിയം റിയാക്ടർ യാഥാർത്ഥ്യമാക്കിയതോടെ കൂടുതൽ വൈദ്യുതോൽപാദന ശേഷിയുള്ള മറ്റൊരു റിയാക്ടർ കൂടി ആരംഭിക്കാനുള്ള പുതിയ പദ്ധതിയും ചൈന ആസൂത്രണം ചെയ്തു വരികയാണ്. 10 മെഗാവാട്ട് ശേഷിയാണ് അടുത്ത തോറിയം അധിഷ്ഠിത ആണവ റിയാക്ടറിനുണ്ടാവുക. വരുന്ന 5 വർഷത്തിനുള്ളിൽ അത് യാഥാർത്ഥ്യമാക്കാനുള്ള പദ്ധതിയാണ് നിലവിൽ തയ്യാറായിക്കൊണ്ടിരിക്കുന്നതെന്ന് ചൈനീസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെ 2030 ആകുമ്പോഴേക്കും തോറിയത്തെ വാണിജ്യാടിസ്ഥാനത്തിൽ ആണവ ഇന്ധനമാക്കി ഉപയോഗപ്പെടുത്താനുള്ള ചൈനയുടെ ലക്ഷ്യം സഫലമാകുമെന്നാണ് ആ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. നിലവിൽ ചൈന പ്രവർത്തനക്ഷമമാക്കിയിരിക്കുന്ന തോറിയം അടിസ്ഥാന ആണവ നിലയത്തിൽ മോൾട്ടൻ സാൾട്ട് റിയാക്ടർ അഥവാ MSR എന്ന സാങ്കേതിക വിദ്യയാണ് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. തോറിയത്തിൽ നിന്നും നേരിട്ട് ഊർജ്ജോൽപാദനം സാധ്യമല്ല. അതിനാൽ തന്നെ MSR സാങ്കേതിക വിദ്യ ചെയിൻ റിയാക്ഷൻ വഴി തോറിയത്തെ യുറേനിയം 233 ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിൽ തോറിയത്തെ യുറേനിയം 233 ആക്കി മാറ്റുന്ന ഘട്ടങ്ങൾ സ്വയം നിയന്ത്രിത പ്രക്രിയയായതിനാൽ തന്നെ അപകട സാധ്യത കുറയ്ക്കാൻ കഴിയുന്നു. ചൈനയിലെ വർദ്ധിച്ച തോതിലുള്ള തോറിയം നിക്ഷേപം രാജ്യത്തിന്റെ ഭാവി ഊർജ്ജ ഭദ്രതയ്ക്കുള്ള ഉറപ്പാണ്. അടുത്ത കാലത്തും ചൈനയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഉയർന്ന അളവിലുള്ള തോറിയം നിക്ഷേപം അവർ കണ്ടെത്തിയിരുന്നു. ചൈനയുടെ സ്വയംഭരണ പ്രദേശമായ ഇന്നർ മംഗോളിയയിലെ ബയാനൊബോ മൈനിംഗ് കോംപ്ലക്സിൽ മാത്രം 10 ലക്ഷം ടൺ തോറിയം നിക്ഷേപം കണ്ടെത്തിയെന്നും ഇത് രാജ്യത്തിന് 60,000 വർഷത്തിലേറെ കാലം ഊർജ്ജം നൽകാൻ പര്യാപ്തമാണെന്നും ചൈനീസ് പ്രസിദ്ധീകരണമായ ജിയോളജിക്കൽ റിവ്യൂ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. രാജ്യമെമ്പാടുമുള്ള 233 മേഖലകളിലായാണ് പ്രധാനമായും തോറിയ നിക്ഷേപമുള്ളതെന്നാണ് ചൈനയുടെ സ്ട്രാറ്റജിക്കൽ മാപ്പ് സൂചിപ്പിക്കുന്നത്. ആണവോർജ്ജ ഉൽപാദനത്തിലെ ശ്രദ്ധേയ മുന്നേറ്റം അടയാളപ്പെടുത്തിയിരിക്കുന്ന ചൈന ആഗോളതലത്തിൽ ക്ലീൻ എനർജി രംഗത്തെ സുപ്രധാന ശക്തിയായി മാറിക്കഴിഞ്ഞു. രാജ്യത്തെ തോറിയ നിക്ഷേപത്തെ യഥോചിതം പ്രയോജനപ്പെടുത്തി ഊർജ്ജ രംഗത്തെന്ന പോലെ ഭൗമരാഷ്ട്രീയ വ്യാപാര രംഗത്തും വൻ സാന്നിധ്യമായി തീരാനുള്ള ചൈനയുടെ നീക്കം ഇന്ത്യക്ക് മുന്നിൽ ചില ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. തോറിയ നിക്ഷേപത്തിൽ ലോകത്തെ 1ാം നമ്പർ രാഷ്ട്രമായ ഇന്ത്യക്ക് ആ സമ്പത്ത് വേണ്ടവിധം പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നതാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യം. ഊർജ്ജോൽപാദന രംഗത്ത് തോറിയത്തിന്റെ വൻ സാധ്യത തികച്ചും പ്രയോജനപ്പെടുത്താൻ നാം അടിയന്തര പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കാൻ ഇനിയും വൈകിക്കൂടാ. വാർത്തയുടെ നിറം തേടി തനി നിറം.